അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി ഇന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങളണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീനത്തി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതിയൊരു മതമൊരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാധിനായക തവ തിരുമുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാധി കൃഷ്ണകളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. വിജ്ഞാനത്തിൻ ഉറവിടമേ സ്നേഹത്തിൻ നിറകുടമേ സകല കലാനിലയമേ കൃപാവരം ചൊരിയണമേ സകല കലാനിലയമേ കൃപാവരം ചൊരിയണമേ നന്മയെങ്ങും വിതയ്ക്കുവാൻ നന്മയെങ്ങും വിതയ്ക്കുവാൻ പ്രത്യാശതൻ പ്രഭാരശ്മി ഹൃദയങ്ങളിൽ തളിക്കുവാൻ കൃപാവരം ചൊരിയണമേ കൃപാവരം ചൊരിയണമേ ശാന്തി തന്നെ ചല നിർമ്മല നീരാഴി കാന്ത ഹൃദയങ്ങൾക്കാശ്വാസധാരണി കരളിന്റെ കരളിലെ കരുണതൻ കിരണങ്ങൾ ഉതിരുമ്പോൾ അറിയുന്നു നിൻ ഗാന നിർജ്ജരി കൃപാവരം ചൊരിയണമേ കൃപാവരം ചൊരിയണമേ കുയിലുകൾ പാടുമ്പോൾ മരതക മലയോരത്തൂടെ കുളിർച്ചോല താളമടിച്ചും കൊണ്ടോടുമ്പോൾ പറയുന്നു നിൻ കലാചാതുരി കൃപാവരം ചൊരിയണമേ കൃപാവരം ചൊരിയണമേ വിജ്ഞാനത്തിൻ ഉറവിടമേ സ്നേഹത്തിൻ നിറകുടമേ സകല കലാനിലയമേ കൃപാവരം ചൊരിയണമേ സകല കലാനിലയമേ കൃപാവരം ചൊരിയണമേ.
മനസ്സിനും ശരീരത്തിനും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സംഗമമാണ് ഇന്നിവിടെ ഈ അക്ഷരമുറ്റത്ത് നടക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. അക്കൂട്ടത്തിൽ ഞാൻ അറിയിച്ചപ്പോൾ നമ്മുടെ 2023-24 അധ്യയന വർഷത്തിൽ LSS USS കിട്ടിയ കുട്ടികളെ ഈ ചടങ്ങിൽ അനുമോദനം നടത്താമെന്ന് അറിയിച്ചു. അതിനുവേണ്ടിയുള്ള ഇപ്പോഴത്തെ വിദ്യാഭ്യാസം നമുക്കറിയാം. LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വളരെ നല്ല മത്സരമാണ് എല്ലാ സ്കൂളുകളും നടത്തുന്നത്. നമ്മളും അക്കൂട്ടത്തിൽ ജൂൺ മുതൽ തന്നെ ഈ പരീക്ഷയുടെ തലയിൽ അതിനുള്ളിൽ ആനന്ദ ദീപം പിന്നെ ഞാൻ പ്രസിഡന്റിന്റെ മോളെ തന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത്തിരി ഫേമസ് ആയി ഞാൻ ആ സമയത്ത് 2ാം ക്ലാസ്സിനൊക്കെയാണ് തോന്നുന്നത്. പിന്നെ അതിനുവേണ്ടി സേവന വാരമായിട്ട് നമ്മളിവിടെ ആഘോഷിക്കുമ്പോഴത്തേക്കൊക്കെ പിന്നെ മത്സ്യമൊക്കെ അവിച്ച് മുളകൊക്കെ കൂട്ടി നമ്മൾ കഴിക്കുന്ന രംഗമൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അന്ന് ഇവിടുന്ന് കിട്ടുന്ന ചോളം. അത് വീട്ടിലൊക്കെ പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഇത് കിട്ടുമോ എന്ന് കാത്തിരുന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും. ഈ വട്ടയിലയിൽ ആ ചോളമൊക്കെ വെച്ച് അതിനൊരു മണവും അത് കഴിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ ഇപ്പോഴും അത് മനസ്സിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ക്ലാസ്സിലെ ഒരു ബീനയും അവർണയും ഒക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. എന്നെ അത് കൂട്ടും. പക്ഷെ ബീന ലീഡറാണ്. എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീന എപ്പോഴും എത്ര അലച്ചാലും ബീന എന്റെ പേരെഴുതാറില്ല. അഴിമതി ഹരിസ വരണത് കാത്തിരിക്കും. കാരണം ഹരിസ എപ്പോഴും കെട്ടിക്കൊണ്ടിനകത്ത് കുറെ നെല്ലിക്കാണ്. ഹരിസ വരണതും കാത്ത് ഹരിസ ഇങ്ങനെ നമ്മളെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ എടുത്തെടുത്ത് ഓരോ നെല്ലിട്ട് തരും. അപ്പൊ ഹരിസ വരണതും കാത്തിരിക്കും. അങ്ങനെയുള്ള ഓർമ്മകളുണ്ട്. പിന്നെ അതുകൂടാതെ കുട്ടൻ സാറാണ്. എനിക്ക് പേടിയുള്ള സാറായിരുന്നു. ഇംഗ്ലീഷ് പഠിക്കണം. എന്താ സാർ എപ്പോഴും ഇങ്ങനെ നുള്ളാണ്. അപ്പോഴത്തേക്ക് പേടിച്ചിരിക്കും. സാർ എന്തോ ചോദിക്കണം നുള്ളോ. പിന്നെ സന്തോഷമായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം ഒരു ദിവസം മലയാളത്തിൽ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് സാറ് പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷം എപ്പോഴും പക്ഷി എന്നൊരു വാക്കുണ്ടായിരുന്നു. അത് ഓർമ്മയിലുള്ള കാര്യമാണ്. പക്ഷി സന്തോഷം പക്ഷി എന്നേ പറയുള്ളൂ. അപ്പൊ സാർ വീട്ടിൽ വരട്ടി പറയുന്നു പക്ഷി എന്ന് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി സന്തോഷം സാർ അടിക്കുമെന്നാണ് എന്റെ പേടി. ഇനി എന്നെ കൊണ്ട് സാറ് വായിച്ചു. അപ്പൊ എനിക്ക് ക്ലാസ് കിട്ടും. അപ്പൊ ഇത് എങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന അനുഭവങ്ങളാണ്. പിന്നെ ഇവിടെ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സംസ്കൃത സാർ വന്ന് സാറ് എനിക്ക് സംസ്കൃതം പഠിക്കാൻ ഇഷ്ടമായിരുന്നു. രാമാകൃതീഹ രാധാഭികൃതീഹ എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് നമ്മള് അത് ഓർമ്മയുണ്ട്. സാറിന്റെ ക്ലാസ് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കും. സാറിന്റെ പേരറിയാമോ? പേര് മറന്നു. സുബ്രഹ്മണ്യൻ സാർ. സുബ്രഹ്മണ്യൻ. അപ്പൊ അത് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ആ സമയത്ത് സാറ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് എല്ലാവരും അലപ്പായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് പോയ സമയത്ത് സാറിനൊരു സങ്കടമായിരുന്നു. കുറച്ച് കുട്ടികൾ 2-3 പേരെ സംസ്കൃതിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അന്ന് പിരിഞ്ഞു പോയി നാരങ്ങ മിഠായിയുടെ ക്ലാസ്സുകളിൽ കൊണ്ടുകൊടുത്ത് അങ്ങനെ കരഞ്ഞൊക്കെ പോയ ഒരു രംഗമാണ് ഓർമ്മ. പിന്നെ നെടുമങ്ങാട് ചെന്നു. അവിടെ ഗേൾസ് ഹൈ സ്കൂളിൽ ആണ് ചേർന്നത് 5ാം ക്ലാസ്സിൽ. പക്ഷെ ഇവിടെ നമ്മളൊരു പഠിക്കുന്ന ഒരു ഗ്രൂപ്പിൽ പെട്ടതാണെങ്കിലും അവിടെ ചെന്നപ്പോൾ നമ്മളെക്കാളും നിലവാരമുള്ള കുട്ടികളാണ്. ഹൈസ്കൂളാണ്. ഒരുപാട് സ്ട്രെങ്ത് ടൗണിലുള്ള സ്കൂളാണ്. അപ്പൊ അവിടുത്തെ നിലവാരം ഇവിടുത്തെ നമ്മുടെ ഗ്രാമപ്രദേശത്തെ സ്കൂളിനേക്കാളും കുറച്ചുകൂടെ വേർത്തതാണ്. അപ്പൊ അവിടെ എപ്പോഴും എനിക്കൊരു ആവറേജ് സ്റ്റുഡന്റ് ആവാനേ പറ്റുള്ളൂ. ആവറേജോ അതിനപ്പുറമോ. പിന്നെ അത് കഴിഞ്ഞ് 10th കഴിഞ്ഞു. ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ എന്നെ TTCക്ക് വിട്ടു. TTCക്ക് എന്നെ വിടുകയാണ് ചെയ്തത്. അപ്പൊ TTCക്ക് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എങ്കിൽ പോലും അച്ഛനെ വിട്ട് പിന്നെ ടീച്ചറാക്കി. TTC കഴിഞ്ഞ് പിന്നെ BAക്ക് 1 വർഷമേ പോയുള്ളൂ. അപ്പോഴത്തേക്കും അവിടെ ആ സ്കൂളിൽ തന്നെ ഒരു വേക്കൻസി വന്നു. ആ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അച്ഛൻ ഇപ്പം ഞാൻ സങ്കടത്തോടെയാണ് ഓർക്കുന്നത്. ഇത് ഞാൻ ഒരു ടീച്ചറായിട്ട് നിൽക്കുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു ഇത് തന്നെ പ്രയത്നം തന്നെയാണ്, ആഗ്രഹം തന്നെയാണ്. അല്ലാതെ ഞാനൊരു മെഡിക്കായിട്ട് ടീച്ചറായതല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് TTC കഴിഞ്ഞു. BAക്ക് 1 വർഷം പോയി. ആ സമയത്ത് അവിടെ സ്കൂളിൽ ഒരു വേക്കൻസി വന്നപ്പോഴത്തേക്ക് എയ്ഡഡ് സ്കൂളായിരുന്നു.
അപ്പോൾ അവിടുത്തെ മാനേജറും തെന്നാച്ചിനടുത്ത് വന്ന് കടയിൽ പറഞ്ഞ് ഒരു വേക്കൻസി എടുത്ത് മോളെ വേണമെങ്കിൽ ജോലിക്ക് കയറ്റാൻ പോയി. പക്ഷെ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ കൊടുത്ത് ജോലി വേണ്ട, എനിക്ക് എപ്പോഴും ഒരു ഡിഗ്രി എടുത്ത് ഇതൊരു കുടുംബമായിട്ട് കഴിയുക എന്നുള്ള മനസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ TTCക്ക് അച്ഛൻ നിർബന്ധിച്ച് വിടുകയും ഒരു വേക്കൻസി ഉണ്ടെന്ന് സാറ് വന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ അച്ഛൻ്റെ കയ്യിലപ്പോൾ റെഡി ക്യാഷ് എടുക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കടയിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു അബൂബക്കർ സാഹിബ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ്, കടയിൽ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ കേട്ട് പറഞ്ഞ് ഒരിക്കലും ഒരു ജോലി വന്ന് ആരും വന്ന് പറയില്ല, അത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എനിക്ക് പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു റെഡി ക്യാഷ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ആ മാമനാണ് ആ പൈസയൊക്കെ തന്ന് ഞാൻ ജോലിക്ക് കയറി നടന്ന സ്കൂളിൽ 14 വർഷം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2005 ഒരു ടെസ്റ്റ് എഴുതി, PSC ടെസ്റ്റ് എഴുതി ഗവൺമെന്റിലേക്ക് വന്നു. അഴീക്കോട് സ്കൂളിൽ 17 വർഷം ഇരുന്നു. ഇപ്പൊ ഏകദേശം പെൻഷൻ ആവാറായി. അത് കഴിഞ്ഞ് അതിനിടയിൽ തന്നെ ഈ TTCക്ക് ജോലിക്ക് കയറി 23 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. അതിവിടെ അടുത്തുള്ള ആള് തന്നെയാണ്, മുടിയൂർ കോണത്തുള്ള പോലീസിലായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് 8 വർഷമായി. പിന്നെ എനിക്ക് 2 മക്കള്. മൂത്തയാള് പിന്നെ BSc B.Ed ഒക്കെ കഴിഞ്ഞ് TTCയും കഴിഞ്ഞ് കല്യാണം കഴിച്ചു വിട്ട് ഒരു പോലീസുകാരൻ പയ്യൻ തന്നെയാണ് കുഴമ്പലക്കിലുള്ളത്. പിന്നെ അതിനൊരു കുഞ്ഞുണ്ട്, 2 വയസ്സായി. ഞാൻ അമ്മൂമ്മയാണ്. ഇളയാണ് BSc കഴിഞ്ഞ് HDC കഴിഞ്ഞ് അതിൻ്റെ കോച്ചിങ്ങിൽ പോകണം. പിന്നെ ഇപ്പം ഇനി 2 വർഷമായിട്ട് കാച്ചാണി ഹൈസ്കൂളിലോട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പേ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം പെൻഷനാവും. അതിലിരിക്കുകയാണ് എൻ്റെ കാര്യം. പിന്നെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. വളരെ സന്തോഷം. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും കൂട്ടുകൂടിയത്, ഞാനിപ്പോൾ താമസിക്കുന്നത് കട്ടപ്പനയാണ്. കട്ടപ്പന എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഇന്നലെ രാത്രി അവിടെ ബസ്സിൽ ഞാനിവിടെ രാവിലെ എത്തി. നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഞാനൊരു സ്കൂളിലെ ടീച്ചറാണ്. ഒരു അംഗനവാടി സ്കൂളാണ് ഹൈദരാബാദാണ്. കഴിഞ്ഞ ഒരു 17 വർഷമായിട്ട് ഞാനവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ഹൈസ്കൂളാണ്. അതെൻ്റെ മകളുടെ അവളുടെ പേര് വൈകിരിക്കുന്ന അവൾ LLB പാസ്സായി 3 വർഷമായി. ഇപ്പം ഹൈക്കോടതിയിൽ ഒരു അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 3ാമത്തെ ആളിൻ്റെ പേര് നിർബൻ എന്നാണ്. ഏറ്റവും ആൾ ആൺകുട്ടിയാണ് നിർബൻ. അവൻ BCom കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡിവിഷൻസിൽ PG. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ഓരോരുത്തരുടെയും വിശദമായ വിവരം അറിയാൻ വളരെ സന്തോഷമുണ്ട്. ഇവിടെ കൂടിയ വേറെ ഒരു കാര്യം, സന്തോഷത്തിന് ഏറ്റവും കൂടുതൽ നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞ ഒരാളെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റാറുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി. രണ്ടാമത്തെ കാര്യം, ഇതിങ്ങനെ പോയാൽ പറ്റില്ല. ഇത് കുറെ കൂടി സ്ട്രോങ് ആവണം. ഒരു സൊസൈറ്റി പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം പോലെയോ ഇത് രൂപീകരിക്കും. ഈ വയസ്സായ പ്രായം, ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്ന ഒരു വർഷം പ്രായം, നമ്മുടെ കൂടെയുള്ള പലരും പോയി. നമ്മുടെ നിമിഷം എപ്പോഴാണെന്ന് നമുക്ക് ഒരിക്കലും ഇനി പ്രവചിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിന് മുമ്പ് ഒരു നല്ല ഒരു കാര്യമാണ് എല്ലാവരും കൂടി ഒരു എന്താ പറയുക ഒരു സൊസൈറ്റി പോലെ നമ്മൾ രൂപീകരിച്ച് ഒരാളിനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി മിച്ചമൊന്നും വെക്കേണ്ടതിന് സമ്പാദിക്കുന്നതിന് 10% ഒരു 2%. ഒരു 10% ദശാംശം കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ആ 10%-ൽ ഒരു 2% നമ്മൾ പണ്ട് കണ്ടിട്ട് നമുക്ക് വേണ്ടി നമുക്കൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും കഷ്ടതയിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അതൊരു ഫിസിക്കലായിട്ടാണെങ്കിലും ഫിനാൻഷ്യലായിട്ടാണെങ്കിലും അതെല്ലാവരും കൂടെ കൂടുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒന്നുപോലെ അല്ല. എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാത്ത ഒരാളുടെ സഹായം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പട്ടിണി കിടക്കാനോ വസ്ത്രം ഇല്ലാതെ കിടക്കാനോ മരുന്നില്ലാതെ കിടക്കാനോ പാടില്ല. നനയാതെ കിടക്കാനോ ഈ കാര്യത്തിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യും. നിങ്ങൾ എല്ലാവരും സഹകരിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാം. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇപ്പൊ എനിക്ക് ഗ്രൂപ്പ് കിട്ടിയതിൽ അതിയായ സന്തോഷം. പിന്നെ സന്തോഷത്തിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ വൈകുന്നേരം വരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ അവിടെ ഡിസ്ചാർജ് മേടിച്ചാണ് ഇതിനു വേണ്ടി വന്നത്. എനിക്ക് സുഖമില്ലാതായി പോയി. പിന്നെ ഇതിന് വന്ന് എല്ലാവരും അത് എല്ലാവരെയും കണ്ടതിനും എല്ലാവരെയും പറഞ്ഞു വിളിക്കണ എല്ലാവരെയും ഞാൻ കാണുന്നത് തന്നെ. പിന്നെ രാധാകൃഷ്ണനൊന്നും കാണാറില്ല. പിന്നെ ഈ ബാബുകുട്ടൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ എനിക്ക് അറിഞ്ഞേ കൂടാ. ഇപ്പോഴും എനിക്കൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ സിന്ധുവിനെ ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ കാണുന്നത് പിന്നെ സിന്ധുവിനെ കാണാറില്ല. ബാക്കി ഇവരെ എല്ലാവരെയും കാണും. പിന്നെ ഇവിടെ ഉള്ളതാണ്, ഞാൻ ഈ വീട്ടിലുള്ളതാണ്. പക്ഷേ എന്നൂടെ പഠിച്ചെന്നൊന്നും അറിഞ്ഞൂടാ.
ഈ അച്ഛന്മാർ പക്ഷെ ഞാൻ കൂട്ടുകാരുടെ കൂടുതലും ഞാൻ പരിചയപ്പെടാൻ വിളിക്കുക ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അനുസരിച്ചാണ്. അപ്പോൾ തന്നെ ഞാൻ ഈ ബൈജു എന്നോട് പഠിച്ചു വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ബൈജു. അങ്ങനെയൊക്കെയുള്ള നമ്മളെ കൂട്ടുകാരെയൊക്കെ കിട്ടിയതിൽ വലിയ സന്തോഷം തന്നെ. ഇനിയും നമുക്കെല്ലാം നമ്മളെ കൂട്ടുകാരെയൊക്കെ തുടർന്ന് വേണം എന്നതാണ് എൻ്റെ ആഗ്രഹം. നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹനൊക്കിടുന്നേ അഴിയടമല വേണമെന്നുടെ മോഹം കൊള്ളാലോ. എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ ഊതിയുണ്ടോടാ. കാട്ടുരാജന്റെ പുത്രയാണ് ഓർക്കണം വേട. കാട്ടിലെ കലവേട നിങ്ങളുടെ പത്നിയാവാനോ. പുള്ളി മണ്ണിൽ വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണൊളി കാട്ടി വിലകൾ വള്ളി നിരക്കി. കാട്ടുരാജന്റെ പുത്രയാണ് കാട്ടുപെണ്ണല്ലേ. മുന്തിരിക്ക് വന്നോഴിയായി കൂടെ പോരാമോ. പുള്ളി മണ്ണിൽ വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണൊളി കാട്ടി വിലകൾ സന്തോഷം എന്നെ വിളിച്ച്, സന്തോഷം എൻ്റെ ബന്ധുവാണ്. മിക്കപ്പോഴും നമ്മൾ കളമസ് വെച്ച് കാണും. അപ്പോൾ സന്തോഷം എന്നെ വിളിച്ച് പറഞ്ഞാൽ സന്ധ്യയിൽ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം. പക്ഷേ ഞാൻ ആദ്യമേ ഇതൊന്നും നടക്കില്ല. നീ തുടങ്ങി പോകുന്നു പറഞ്ഞതുപോലെ സന്തോഷം വളരെ ആക്റ്റീവായിട്ട് എല്ലാവരെയും നമ്പർ എഴുതി എന്നിട്ട് എന്നെ നിരന്തരം വിളിക്കുന്ന കയ്യിലുള്ള നമ്പറുകളെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യണേ. 1-2 പേരെയൊക്കെ ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ സന്തോഷത്തിലൂടെ ഒരു ദിവസം സന്തോഷം കൂടെ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന ആൾക്കാർ നമ്മളുടെ പഠിച്ചതല്ലേ. പക്ഷേ ബോയ്സിനെ സത്യം പറയാൻ ഇവിടെ ആ ഗ്രൂപ്പിൽ വന്ന ശേഷം എനിക്കറിയില്ല. പ്രസന്റ് എന്നോട് പഠിച്ചത് ഞാൻ വോട്ട് ചോദിച്ച പ്രസന്റിന്റെ വീട്ടിൽ ചെല്ലുന്നു ബ്ലോക്കിൽ നിന്നപ്പോൾ. പക്ഷേ വോട്ടൊക്കെ സഹായിച്ച്. പക്ഷേ പ്രസന്നൻ എന്നോട് പഠിച്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ല. കാരണം അപ്പം ഞാൻ എന്നെ താഴ്ന്നതല്ല, ചെറിയ കുട്ടിയായിരുന്നു അന്നേ. പിന്നെ ബീനയോട് പോയി ചോദിച്ചപ്പോഴാണ് തീരെ ചെറുതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സലീമിനെയൊക്കെ നമ്മൾ കാണുക എൻ്റെ വോട്ടറാണ്, എന്നെ വോട്ടിട്ട് വിജയിപ്പിച്ചതാണ്. അതോടൊപ്പം ബീന ഇതെല്ലാം എൻ്റെ വാർഡിലാണ്. പറഞ്ഞതുപോലെ എൻ്റെയും ആഗ്രഹം ഒരു ജോലി കിട്ടി കഴിയണം. പക്ഷേ എങ്ങനെയോ രാഷ്ട്രീയത്തിൽ വന്ന് ഒരു ജനപ്രതിനിധിയായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാൻ. ഞാനിപ്പോൾ സ്കൂളിൽ പരിപാടിക്ക് ആദ്യം എൻ്റെ കുട്ടികൾ 2 പേര് ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. മോനെ സ്കൂളിൽ കൊണ്ടുവന്ന നമ്മളെ ഈ സ്കൂൾ വിട്ടു പോയ ശേഷം പിന്നെ വന്ന എൻ്റെ മോനെയും കൂടി സ്കൂളിൽ വന്നപ്പോഴാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വിടല്. കാരണം നമ്മളെ ക്ലാസ് ഞാൻ മോൻ്റെ പറഞ്ഞു ഇതാണ് അമ്മ പഠിച്ച ക്ലാസ്. ഇപ്പോൾ കൊച്ചു തന്നെ എന്നിട്ട് ഓടി ഞാൻ ഇവിടെ വന്നു. കാരണം നമ്മുടെ പരിപാടി എടുക്കുമ്പോൾ ആ അറ്റത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ അവിടെ പോയി ആ അറ്റത്ത് നിന്ന് ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ ആ പ്ലാവ്, ആ വലിയ വേരുള്ള നമ്മൾ വേരിൽ പോയിരിക്കുന്ന അപ്പോൾ ഓർമ്മയുണ്ട്. ആ പ്ലാവെല്ലാം അന്നേം കുറിച്ച് കഴിഞ്ഞിട്ട് കെട്ടിടമൊക്കെ വന്നപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ. എങ്കിലും ആ ഒരു നമ്മുടെ സ്കൂളിൽ പെട്ടെന്ന് വന്നപ്പോൾ ഒരു സന്തോഷം സഹിക്കാൻ വയ്യാതെ. പിന്നെ PTA പ്രസിഡന്റായിട്ട് ഇവിടെ കയറി. കാരണം നമ്മുടെ സ്കൂളിനെ എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണതിൽ എനിക്കൊരു റോൾ ഉണ്ടെന്നുള്ള ചിന്തയോടുകൂടി പിന്നെ ഇവിടെ വന്നു. പിന്നെ അധ്യാപകരുടെ അവരുടെ ക്ലാസ് എടുക്കുന്നതിൽ പോരായ്മകളെല്ലാം ഞാൻ കമ്മിറ്റിക്ക് ചൂണ്ടിക്കാണിച്ച് പിന്നെ അധ്യാപകരുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് കഴിഞ്ഞ ശേഷം പിന്നെ മോളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ കാരണം ഞാൻ അവിടെ നമ്മൾ പഠിച്ച സ്കൂളാണ്. ഇതിൽ പഠിച്ചിറങ്ങി നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച മിക്കുള്ളവരും കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ വിടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. കാരണം ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള ആ ഒരു ചാനലിലേക്ക് പോയപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം കുട്ടികളില്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മളെല്ലാവരും ക്യാൻവാസിനൊക്കെ ഇറങ്ങി കുട്ടികളെല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ സ്കൂൾ നിലനിർത്തും. അപ്പം പിന്നെ ബ്ലോക്കിൽ മത്സരിച്ച് വീനെയൊക്കെ ഞാൻ കുറേ വർഷത്തെ ഇളവേളയ്ക്ക് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിലൊരു സ്ഥാനാർത്ഥിയിൽ 10 വാർഡുണ്ട്. വീനയുടെ വീട്ടിലേക്ക് പോയി വളരെ ഇവരെല്ലാവരും വളരെ സഹായിച്ച് വോട്ട് നിന്നൊക്കെ വിജയിപ്പിച്ച് നമ്മളെ പ്രദീപിനെ ഞാൻ ഇവിടെ പറഞ്ഞ് അന്നാണ് നമ്പർ വാങ്ങി എല്ലാവരുടെയും ജനപ്രതിയായി വന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നമ്മൾ സ്കൂളൊന്ന് മാറ്റുക. അപ്പോൾ തന്നെ നമ്മുടെ HMOയിട്ട് സംസാരിച്ച് അന്നൊരു 5 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ നമ്മുടെ സ്ഥല സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ HM പറഞ്ഞു വേണ്ടവരെ ഇത്ര ഫണ്ട് വേണ്ട, ഫണ്ട് കുറച്ച്
വരികയാണെങ്കിൽ നമുക്കത് മതി. എങ്കിലും അതിനുശേഷം ഈ സ്കൂളിൽ 7 ക്ലാസ് റൂം ഞാൻ ഹൈടെക്കാക്കി കൊടുത്തു. കാരണം നമ്മുടെ ഈ യാനത്തെ സ്കൂളിലെ കുട്ടികൾക്കും വിവര സാങ്കേതിക വിദ്യയിൽ അവർക്ക് പരിജ്ഞാനം കിട്ടും, അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മളെ കുട്ടികൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഈ സ്കൂളിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഒരു വർഷത്തെ ഫണ്ട് ഞാൻ സ്കൂളിനെ ചെലവഴിച്ച് അതോടൊപ്പം ജനുവരികൾ ഇറയിൽ കിടക്കുമ്പോൾ അത് പ്രത്യേകം ആർട്സിനുള്ളൊരു ഫണ്ട് അത് ഞാൻ തന്നെയാണ് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ MLA ആയിട്ട് പ്രപ്പോസൽ ചെയ്ത് ഈ കെട്ടിടമൊക്കെ ഇപ്പോൾ പോകും. കാരണം 1 കോടി രൂപ നമുക്കിവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം നമ്മുടെ ഈ സ്കൂളിൻ്റെ അടുത്ത പ്രവർത്തനം അടുത്ത അധ്യയന വർഷത്തിൽ നമുക്ക് മിക്കവാറും പണി ആരംഭിക്കും. പക്ഷേ ഇങ്ങനെ ഗോപം മിക്ക ദിവസം വാവിലോട്ട് വെച്ച് കണ്ട് സന്ധ്യ എത്തിയെന്ന് ചോദിച്ചു. നമ്മൾ ആരാണെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായി, ഞാൻ ഗോപം കൂടെ പഠിച്ച ഗോപൻ. എനിക്ക് ഇങ്ങനെ ഒരു ഗോപന് പെട്ടെന്ന് വീട് ഏതാന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫോമറിൻ്റെ ബാഗ്. ഞാൻ ചോദിച്ചു പുഷ്പ ചേച്ചിയിലാ? എൻ്റെ ചേച്ചീനെ അറിയാമോ? അതാണ് ചോദിച്ചത്. പുഷ്പ ചേച്ചിനെ അന്യനാന്ന് ചോദിച്ചു. അങ്ങനെ നീ പറയണ്ട, നിന്നോട് പഠിച്ച ഗോപൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ രീതിയിൽ ആ ഒരു അന്നത്തെ ആ സ്നേഹം ഇപ്പോഴും കാണിക്കണം. വളരെ നന്ദി. നമ്മളെ ഈ സൗഹൃദം നമുക്ക് എന്നും നിലനിർത്തണം. അതിന് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. അപ്പം 4 മണി വരെയും നമ്മളിന്ന് അടിച്ചു പൊളിക്കുകയാണ്. 7 വരെ പഠിച്ച കുട്ടികളായിട്ട് പാട്ടും ബീനിയന ഡാൻസ് എല്ലാം ഉണ്ട്. ഇത് നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ്. അവരെ നമ്മൾ മൈൻഡിൽ വരുന്നത്. പിന്നെ ഹൈസ്കൂളിൽ പോയതും കോളേജിൽ പോയതും ഒന്നും നമുക്ക് വരുന്നില്ല, ഇതേ വരുന്നുള്ളൂ.
എപ്പോഴും ഞാൻ വിളിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും PV സിന്ധുവിൻ്റെ കാര്യം ആലോചിക്കായിരുന്നു. അവളെങ്ങനെ പോയി അവിടെ നിന്ന് കരഞ്ഞിട്ട് പോയതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അവൻ ഞാൻ ഫസ്റ്റിന് സന്തോഷത്തോട് പറഞ്ഞു എനിക്ക് PV സിന്ധുവിന് ഇങ്ങനെ ഒരു അത് എന്താ അങ്ങനെയാണ് ആ സന്തോഷം ഇതിനെ നമുക്ക് PV സിന്ധുവിനെ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അതും കണ്ടുപിടിച്ച് അങ്ങനെ അതും കാണാൻ പറ്റി. ബാക്കിയുള്ളവരെയും നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ നമ്പറുകൾ. ഇത് ഒരു അങ്ങനെ ഒരാൾ എവിടെയെന്നൊന്നും അറിയാനില്ല. ഞാൻ മാമനോട് പോലും ചോദിച്ചിട്ടുണ്ട് മണിമുള്ള സാധ്യത. അപ്പോൾ എനിക്ക് അറിഞ്ഞിട്ട് അവർ നെടുമങ്ങാട്ട് എവിടെയാണ്. അങ്ങനെ അതൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ എന്നോട് സിന്ധു ഇപ്പോഴും കിട്ടൂല, കൊച്ചിനെ ഉണ്ടാകാൻ ആരെ ചോദിച്ചാൽ വാഹനത്തൊക്കെ വെച്ച് കാണുമ്പോൾ സിന്ധു എന്നെ കാണുമ്പോൾ അങ്ങോട്ട് മോന്തിരിച്ച് പോകും. പല ദിവസവും പോകും. ഞാൻ അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഒരു ദിവസം ഹായ് സിന്ധു എന്നിട്ട് അവൾ മുന്നില്ല. ഇപ്പം ഇവിടെ വന്നപ്പോൾ അവൾ വീട്ടിൽ. അങ്ങനെ അതെല്ലാം മാറ്റാൻ പറ്റി. ഇനി എനിക്ക് സുഖമായിട്ട് മരിക്കാം. എല്ലാവരും ഇനിയിപ്പം എന്നാ പഴയ വിഷമങ്ങളെല്ലാം മാറി. പിന്നെ വേറൊരു കൊച്ചുണ്ടായിരുന്നു എപ്പോഴും ഉണ്ടാക്കുക. അവൾ വന്നില്ല. എൻഷീൽ ഇവിടെ വന്ന് പിണങ്ങിയതാണ്. ഇതുവരെ എന്നോട് മിണ്ടിയിട്ടില്ല. കല്യാണം എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അപ്പുറത്ത് പോയി പറഞ്ഞത്. എന്തിനാണ് മിണ്ടാതായാലും എനിക്ക് അറിഞ്ഞൂടാ. എൻഷീൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. എന്ത് കാര്യമുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല ഞാനൊരു മണിയമ്പിള്ള സാറിൻ്റെ ചേട്ടാറിയായി ജനിച്ചതാണ് എൻ്റെ കുറ്റം. പിന്നെ അതുകൊണ്ട് എൻ്റെ പേരേതായിട്ടിട്ടു. ഇതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നുള്ളിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒന്നും പറയാണ്ട് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ കുരുത്തക്കേടുണ്ട്. പിന്നെന്താണ് പിന്നെ എനിക്ക് ഇവിടെ പറഞ്ഞതുപോലെ ആ ചോള എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ മാമ അത് മേടിക്കാൻ സമ്മതിക്കില്ല. മാമ പറയും നീ വീട്ടിൽ പോയി കഴിച്ചാൽ എനിക്കാ വട്ടത്താമരയിലെ ചോളം തന്നെയാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അത് ഞാൻ ഇവരൊന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് അവിടെ ഇരുന്നത് കഴിച്ചു. അങ്ങനെ വീട്ടിൽ സന്തോഷം. ഞാൻ ആ ചോളം ഉണ്ടാക്കി വട്ടത്താമരം എന്നിട്ടും ആ മണം വരുന്നില്ല. ഒരു രീതിയിൽ അത് കിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആലോചിക്കുമ്പോണ്ട്. പിന്നെ നമ്മളെ പ്രാർത്ഥന പാടുന്നത് എല്ലാം ഉണ്ട്. പിന്നെ സാറന്മാർ നമ്മളെ സുഷമ സാറ്, കുട്ട സാറ്, പിന്നെ സന്തോഷം ഓർമ്മയുണ്ടാവും. ഒരു സാറെന്നെ ഒരവർ നിർത്തിയിരുന്നത് ഞാൻ ടെസ്റ്റ് പേപ്പറിൻ്റെ പേപ്പർ കൊണ്ട് കളഞ്ഞത്. പക്ഷെ എനിക്ക് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ പേപ്പർ തോട്ടി കളഞ്ഞു. അങ്ങനെ എന്നെ ഒരവർ മുട്ട് ഇങ്ങനെ വളർത്തി നിർത്തിയിരുന്നു. പിറ്റേന്ന് എനിക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല. ഞാൻ അന്ന് മറക്കുകയില്ല. ശശാങ്ക സാറ് അങ്ങനെ പിറ്റേന്ന് എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല. കാരണം മുട്ട് നൂരില്ല, നടക്കാൻ പറ്റില്ല. അങ്ങനെ മാമൻ ചോദിച്ചത് എന്ത് നീ ഇങ്ങനെ നടക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ടെസ്റ്റ് പേപ്പറിൻ്റെ പേപ്പർ ഒപ്പിടാൻ തന്ന് അത് കളഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെയാണ് അവശേഷിക്കാനുള്ളത്. ഞങ്ങളൊക്കെ അധ്യാപകരാണെന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ കൂടെ ഇവിടെ വന്ന് അങ്ങനെ അന്നോട്ട് സാറിനെ പരാതി മോളേനെ വിളിക്കും. പിന്നെ ആ സാറ് ഇവിടുന്ന് പോകുന്നവരെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അങ്ങനെ പരിപാടിയൊക്കെ സാറ്. അങ്ങനെയൊക്കെ അതൊക്കെ കുറേ ഓർമ്മകളുണ്ട് എനിക്ക്. ശശാങ്ക സാറ്, പിന്നെ കുട്ട സാറ്, എല്ലാവരും ഉണ്ട്. ഡേവിഡ് സാറ്, അങ്ങനെ കുറേ സാറന്മാരൊക്കെ ഉണ്ട്. സത്യദേവൻ ആശാരി സാറ് നമ്മളെ ക്ലാസ് ടീച്ചറാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സന്ധ്യയൊക്കെ ഇപ്പം നല്ല ലെവലിൽ എത്തിയിരിക്കുന്നത് നമ്മളെ പോലെ നമ്മളെ വീട്ടമ്മമാരാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പോകും. എല്ലാവരെയും കണ്ടവർ ഇതിൽ നല്ലൊരു സന്തോഷമുണ്ട്. കൂടെ എല്ലാവരെയും കാണാറുണ്ടെന്ന് 2-3 പേരെ മാത്രമേ പുതിയതായിട്ട് ഞാൻ പരിചയപ്പെട്ട് അറിയാമെന്നുള്ളതുള്ളൂ. അതിൽ വളരെ സന്തോഷമാണ് അറിയിക്കുന്നത്. എൻ്റെ പേര് വിജയശ്രീയാണ്. എന്നെ കൊണ്ടുപോയത് പള്ളി നോക്കിലാണ്. എല്ലാവർക്കും അറിയാം. പിന്നെ 3 മക്കളുണ്ട്. അതിൽ ഒരാൾ കല്യാണം കഴിഞ്ഞ് അത് ഒടിയക്കാരെയാണ് കൊണ്ടുവന്നത്. ഇവിടെ ഉള്ളതല്ല. പിന്നെ 2 പേരുണ്ട്. ഇനി ഭർത്താവ് ഒറീസയിലാണ്. ഞാനും ഇവിടെ തന്നെ എത്തി. ഇപ്പോഴും ഒരു 2-3 വർഷമായി വന്നിട്ട്. അതുകൊണ്ടാണ് എനിക്ക് ആരെയും കണ്ടിട്ട് അറിയാൻ വയ്യാത്തത്. ഒരുപാട് പേരെയും കണ്ടിട്ട് പരിചയമില്ല. ഇപ്പോഴും പക്ഷേ എല്ലാവരും മനസ്സിലായി. പിന്നെ വീണ പറഞ്ഞ കണക്ക് ചോളം മേടിക്കാൻ എൻ്റെ മുകളിൽ കേസരി ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് തരൂലല്ലേ. അയാൾ മോട്ട് ചോദിച്ചിരുന്ന നമുക്ക് തരുമായിരുന്നു. അത് മേടിക്കാനായിട്ട് അവിടെ ചെന്ന് നിൽക്കും. അതിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ എല്ലാവരെയും കണ്ടതിന് നല്ല സന്തോഷം. പിന്നെ സന്തോഷമാണ് എന്നെ വിളിച്ചത്. അത് എൻ്റെ നമ്പർ വിജയകുമാരി മേടിച്ച് സന്തോഷത്തിന് കൊടുത്ത് അങ്ങനെയാണ് എന്നെ വിളിച്ചത്. എൻ്റെ പേര് ഷീജ.
ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ ഇവിടെയല്ല ഒറീസയിലാണ്. എനിക്കൊരു മകനുണ്ട്. മകൻ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച കൂട്ടുകാരികളാണ് ജോലി ചെയ്യുന്നത്, പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. സന്ധ്യയും ഇവരെല്ലാവരെയും മിക്കുള്ള വിജയകുമാരി, ബീന, സതി, ഷീല എല്ലാവരെയും മിക്കവാറും കാണുന്നുണ്ട്. അപർണയെ കാണാറുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരെയും കണ്ടതിൽ സന്തോഷം തന്നെ വിളിച്ചത്. വിജയന് നമ്പർ വാങ്ങിച്ചു കൊടുത്തത് എന്നെ സന്തോഷം വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ഒരു സംഗമം കൂടുന്നുണ്ട്, അതിന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തയ്യാറ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷമുണ്ട്. രാധാകൃഷ്ണനെ അറിയാം, രാധാകൃഷ്ണനെ എനിക്കിപ്പോഴും കാണാറുണ്ട്. പിന്നെ ബാക്കിയുള്ള ബാബുവിനെ അറിയാം. ബാബുവിൻ്റെ മോൻ മിക്കപ്പോഴും നമ്മളെ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ എനിക്ക് എല്ലാവരും പരിചയമുണ്ട്. എല്ലാവരെയും കണ്ടത് വളരെ സന്തോഷം. എൻ്റെ പേര് ഡാഡി എന്നാണ്. എനിക്ക് എന്നെ കൊണ്ടായ പെരുമുക്കിലാണ്. എനിക്ക് 2 ആമക്കൾ, 2 പേരും വെളിയിലായിരുന്നു. പെണ്ണുണ്ട്, ഒരാൾ കെട്ടി, ഒരാൾ കെട്ടാറുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം. പിന്നെ സന്തോഷമാണ് ഇതിലെല്ലാത്തിനും ഞാൻ കൈകൊടുത്ത് വിളിച്ചെല്ലാവരും വലിയ ഹായ് പറയുകയാണ്. സന്തോഷമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഇന്ന് ഇവിടെ ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമായിരുന്നില്ല. വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എനിക്കൊരു ആഗ്രഹം. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്. ഒരാൾ മൂത്തവൾ +2 പഠിക്കുന്നു, ഇളയ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഞാൻ 22 വർഷമായി സാക്ഷരതാ ഓഫീസിൽ ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മെയ് മാസം മുതൽ പഞ്ചായത്തിലോട്ട് നമ്മളെ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ വേറെയും പറയാൻ ഭർത്താവ് കർഷകൻ വീടാണ്, നാട്ടിൽ തന്നെയാണ്. പിന്നെ സ്കൂളുമായിട്ട് ഈ സ്കൂളിൽ തന്നെ കുട്ടികളെയൊക്കെ 1ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഇപ്പോൾ കുട്ടികളെ ചേർക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ തന്നെ പരിപാടികളിലും അറിയുവാനാണെങ്കിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ തുടർന്ന് ഞാൻ പറയുന്നത് തുടർന്ന് ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഒരു വൻ വിജയമാക്കി തീർക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ഗീത, കളമച്ചലാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരാണ് ഒരു പെണ്ണും. മോളെ കല്യാണമായി സെപ്റ്റംബർ 8ാം തീയതിയാണ്. ഭർത്താവ് മരിച്ചുപോയി. പിന്നെ സന്തോഷം ചേർത്തത് സന്തോഷം വയ്ക്കാറുണ്ട്. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് വീണ. എൻ്റെ അച്ഛനമ്മ മരിച്ചുപോയി. എൻ്റെ അച്ഛനമ്മക്ക് 3 മക്കളാണ്. 2 ചേച്ചി, ഒരു കഴിഞ്ഞുണ്ട്. ഒരാൾക്ക് സുഖമില്ല. ഞാനാണ് വളരെ ഇളയത്. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കൊച്ചിലെ വലിയൊരു അസുഖം വന്ന് അതിലാണ് വളർച്ച കുറഞ്ഞത്. നാട്ടിൻ്റെ അടിയിലൊരു മുഴ വന്നു, അതിലാണ് വളർച്ച കുറഞ്ഞത്. പിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ അച്ഛനമ്മേനെ നോക്കണം. അതിന് പിന്നെ ഇപ്പം സഹോദരനെ നോക്കണം. അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ ഒരു ആശുപത്രിയിൽ ക്ലീനിങ്ങായിട്ട് ജോലി ചെയ്യണം. ചെറിയൊരു വരുമാനം ഉണ്ട്. പിന്നെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ 2 ദിവസം എൻ്റെ ഫോണിൽ വരാൻ സന്തോഷം വിളിച്ച് ഗ്രൂപ്പിൽ ചേർന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ ഗീതയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അതങ്ങനെ ചേരണം, അത് നല്ലതാണ്. എനിക്ക് അതിനെപ്പറ്റി പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എല്ലാവരും കണ്ടത് സന്തോഷം. ഞാൻ സിന്ധു. ഞാനിപ്പോൾ താമസിക്കുന്ന ഉള്ളിൽ പോയിരുന്നു. 30 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ മിക്കുള്ളവരെയും മുഖമൊക്കെ മറന്നു. പുരുഷന്മാരാരെയും പിടി കിട്ടുന്നില്ല. ബൈജുവിനെ അറിയാം. പിന്നെ എല്ലാവരെയും ജോണി, അയലോകത്തുള്ള ജോണി വരെ എനിക്കറിയാൻ വയ്യ.
ഇവിടെ ഒന്ന് ജോണി ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഇല്ല അറിഞ്ഞൂടാ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ സിന്ധു അവിടെ താമസം എനിക്ക് ആളിനെ മനസ്സിലായില്ല. രാജീവിന്റെ ഉള്ളെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് പിന്നെ ഈ കക്ഷിയിലെ കൊച്ചിയിലെ ചെറുതായിട്ട് ഇരുന്നപ്പോ ആ ഓർമ്മ വരുന്നു. ചേച്ചിയിലൂടെയൊക്കെ ഒന്ന് എവനെ അറിയാം. പിന്നെ സന്തോഷിനെ അറിയാം. സന്തോഷിനെ വല്ലപ്പോഴൊക്കെ ഞാൻ നമ്മളെവിടെ കാണുന്ന എവിടെയൊക്കെ അതുപോലെ സന്തോഷം കണ്ട് കല്യാണത്തിന് വന്നു. പിന്നെ അവരുടെ ഞാൻ ചില ദിവസമൊക്കെ ബസ് വെച്ച് കാണും. ബീനയെ കണ്ട്, വിജയശ്രീ എവിടെ വെച്ച് കണ്ട്, ഷീലനെയൊന്നും കണ്ടിട്ടില്ല. വിജയകുമാരിയെ ഒരു ദിവസം കണ്ടില്ലേ, കണ്ടിട്ടില്ല. പിന്നെ സിന്ധുവിനെ എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം കണ്ടു. ഷീല വേറെ ആരെയും എനിക്ക് അവളെ ഈ സിന്ധുവിനെ എനിക്കറിയാം. അവളെ മോളിയൊക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബം, ഭർത്താവ്, 2 മക്കള്, മരുമോളാണ് എൻ്റെ കൂടെ വന്നത്. മോളെ കൊച്ചിന് അവർ സന്ധ്യയുടെ കൊച്ചിനെ കാണാൻ വന്നത്. പിന്നെ ഇത്രയും എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ഹലോ, സിന്ധു പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പോൾ തന്നെ നമ്മളെ ബാബുക്കുട്ടനായാലും അവരുടെ ജോണിയൊക്കെ കാണാൻ വളരെയധികം അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ സംരക്ഷണം വളരെയധികം നന്ദി. അന്ന് ഗ്രൂപ്പ് കൂടിയതുകൊണ്ടാണ് നമുക്ക് എല്ലാവരെയും ഇങ്ങനെ കാണാൻ. രാധാകൃഷ്ണനും ഒട്ടും അധികം ഇപ്പോഴും അറിയേകൂടാ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ, മീന പറഞ്ഞ എനിക്ക് വിരോധമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിരോധഭാവമില്ല. അത് കൊച്ചിലെ അങ്ങനെ നമ്മൾ അങ്ങനെ എന്തോ ഉണ്ടാതായിപ്പോയി. പക്ഷെ ഇനി ആ വിരോധമൊന്നും മനസ്സിൽ പോലും ഇല്ല. പിന്നെ അത് മനസ്സിൽ വെച്ചേക്കേ വേണ്ട. എൻ്റെ പേര് ബാബുക്കുട്ടനായെന്നാണ്. എൻ്റെ സ്ഥലം ഇവിടെ കണിച്ചോടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ കുടുംബത്തിലുള്ള നിങ്ങൾക്കെല്ലാം അറിയാം, പ്രിയ ചേട്ടൻ്റെ മോളാണ്. അവിടെയാണ് എൻ്റെ കുടുംബം മേടിച്ച് താമസിക്കുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ നൂറനാടാണ്. ജോലി ചെയ്യുന്നത് നൂറനാട് അടുത്തുള്ള പ്രാഥമിക കേന്ദ്രത്തിലാണ്. നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പറഞ്ഞ പോലെ അടുത്ത വർഷം ഞാനും സർവീസിൽ നിന്ന് റിട്ടയർ ആവാൻ പഠിച്ചു പോയി. പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ DBHS കാരറ്റായിരുന്നു ഞങ്ങൾ വെച്ചത്. ഞാൻ ഗോപു, ജയചന്ദ്രൻ, വിജയകുമാരി പറഞ്ഞു. വിജയകുമാരിക്കൊക്കെ നമ്മളത് അറിയാം, പക്ഷെ മറന്നുപോയതായിരിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ ഈ സന്തോഷം ഒരു സ്പെഷ്യൽ താങ്ക്സ്. അത് കാര്യം അത് കൊടുത്തേ പറ്റും. കാര്യം നമ്മളെ ഈ പല ഭാഗത്തൊരു ചെറുതി കിടന്ന് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചൊരു മുത്തുപോലെ കൊണ്ടുവന്നതിന് സന്തോഷമുള്ള സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. പിന്നെ ഞാനിവിടെ ഈ പറ്റില്ലെന്ന് പറയാൻ കാര്യം ഞാനിപ്പോൾ പിന്നെ ഇവിടെ എന്തെങ്കിലും ബന്ധുക്കൾ ഒരു ചടങ്ങിന് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. അത് അന്ന് തന്നെ വൈകിട്ടങ്ങ് പോകും. പിന്നെ എനിക്ക് 3 മക്കളാണ്. 2 മകള്, 1 മകന്. 2 മകളെ വിവാഹം കഴിച്ച്. അത് മൂത്ത മകൾക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ജോലി ആയിട്ടില്ല. അവിടെ PSC ഇങ്ങനെ അഴിമപ്പെട്ടിങ്ങനെ കിടക്കുക. ഒരു കുട്ടിയുണ്ട്. 2ാമത്തെ മകൾ സ്റ്റാഫ് നഴ്സാണ്. അവൾ വർക്ക് ചെയ്യുന്ന അയർലൻഡിലാണ്. പിന്നെ അവളെ ഹസ്ബൻഡും അയർലൻഡിലാണ്. മോഹനാണ്. അവനെ നമ്മൾ അടൂരിനടുത്ത് ഒരു മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ PR ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ മാസം 21-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ പോകുന്നു. പിന്നെ സിന്ധുവിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം നമുക്കൊരു ചെറിയൊരു ടൂർ പ്രോഗ്രാമൊക്കെ നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പ്ലാൻ ചെയ്യാമെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി. കാരണം എത്രയും വർഷത്തിന് ശേഷം നമ്മൾ കാണുമല്ലോ. ഇങ്ങനെ ഒരു കാണാനെങ്കിൽ ഇപ്പോഴും സന്തോഷം. ഇങ്ങനെ ഒരു ഇത് പരിപാടി പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരും കാണത്തുമില്ല, ഇവിടെ അറിയത്തുമില്ല, ആരും നമ്മൾ അറിയത്തില്ല. പിന്നെ ഈ സത്യം പറഞ്ഞാൽ ഗോപു എന്നെ വിളിക്കുന്നത് കാര്യം പറയാൻ ഞാനിവിടെ വരുമ്പോൾ ഗോപു ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഞാനിവിടെ വന്നിട്ട് ഒരു മരണത്തിനൊക്കെ വന്നിട്ട് ഗോപു ഇവിടെ ഗോപുവിനെ തമ്മിൽ കണ്ട് നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങോട്ട് നമ്മളിവിടുന്ന് വർഷങ്ങളായി പോയേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് എല്ലാവരും സഹായിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. രണ്ട് മക്കൾ, ഒരാൾ BA കഴിഞ്ഞിരിക്കുന്നു, PG, രണ്ടാമതാണ് PG ഫസ്റ്റ് ഇയർ. ഞാൻ കളമത്തുള്ള താമസിക്കുന്നത്. 15 വർഷം കാറ്റടിപ്പിൽ ഒരു മോളുണ്ട്.
മോള് 3-ാം താമസിക്കുന്നത്. ആ കുട്ടിയുടെ അടുത്താണ് അഞ്ചിനാണ് പേര്. അപ്പോൾ നമ്മുടെ പുഷ്പയുടെ കൂട്ടവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ കുട്ടികളെല്ലാം പഠിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഒരു കച്ചവട സ്ഥാപനമുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റുള്ള ജോണി അവരെല്ലാം അറിയാം. പിന്നെ പറഞ്ഞപ്പോൾ നമ്മൾ അറിയത്തില്ല, കൂടെ പഠിച്ചവരെന്നൊക്കെ അറിയത്തില്ല, സ്ഥിരം കണ്ടാലും അറിയത്തില്ല. പിന്നെ മറ്റുള്ള നമ്മൾ ബീന അവരെയൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. കണ്ടതിൽ അവരുടെ സന്തോഷമുണ്ട്. എല്ലാം ഭംഗിയായിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതുപോലെ ഈ അടുത്ത വർഷം സംഘടിപ്പിക്കണം. പിന്നെ മറ്റൊന്നുള്ളത് ഇത് സന്തോഷം സംഘടിപ്പിച്ചത് സന്തോഷത്തിന് സ്പെഷ്യൽ താങ്ക്സ്. കല്ലറയാണ്. എനിക്ക് 2 മക്കളുണ്ട്. മോൻ ഇപ്പം ടിപ്പർ ഓടിക്കുന്നുണ്ട്. മോള് കാഞ്ഞിരപ്പള്ളിയിലാണ് കൊണ്ടുപോയത്, കോട്ടയം. പിന്നെ എനിക്ക് സുഖമില്ലാതായിപ്പോയി. അത് ഇവിടെ ഇരിക്കുന്ന സലിനും അതിന് നല്ലപോലെ അറിയാം. അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു. അയോട്ടം ബ്ലോക്കായി പോയതാണ്. അതിപ്പോൾ 15 വർഷമായി. പിന്നെ എല്ലാവരെയും കണ്ടുപിടിക്കുന്നതിലും സന്തോഷത്തിനോട് ഒരുപാട് നന്ദിയാണ് പറയുന്നത്. ഇത്രയും ഒരു ഗ്രൂപ്പ് നമുക്ക് കാണാനൊക്കെ സഹായിച്ചത്. പിന്നെ എന്നെ കൊണ്ടുപോയത് വച്ചല്ലൂരാണ്. ഇതിപ്പോൾ ഇവിടെ കുടുംബ വീട്ടിൻ്റെ അവിടെ താമസിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. ഒന്ന് നീത് കിംസിലാണ്, നേഴ്സാണ്. ഇളയത് ബികോം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഓരോ കുട്ടികളുണ്ട്. എൻ്റെ ഭർത്താവ് ഒരു കടയിലാണ്. കുറേ ഉള്ളൂ. എൻ്റെ എല്ലാവരെയും കണ്ടതിന് സന്തോഷം. സതിയാണ്. എന്നെ അറിയാമോ? ഇവരെല്ലാം എനിക്കറിയാം. ഞാൻ താമസിക്കുന്ന അമ്പലമുക്കിലാണ്. എന്നെ കൊണ്ടുപോയത് അമ്പലമുക്കിലാണ്. പിന്നെ എൻ്റെ ആളുടെ പേര് പ്രൊഫീധരൻ. ഗൾഫിലായിരുന്നു, ഇപ്പോഴും നാട്ടിലുണ്ട്. എനിക്ക് 2 കുട്ടികൾ. മൂത്തത് പെൺകുട്ടി, ഇടയത് ആൺകുട്ടി. മൂത്ത വീട്ടൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ട്. മോൻ ഇപ്പം വീട്ടിൽ പഠിക്കുന്നു. ഇവിടെ രാജധാനി എത്തിക്കാൻ കോളേജിലാണ് വീട്ടിൽ പഠിക്കുന്നത്. ഇതാണ് എൻ്റെ കുടുംബം. പിന്നെ ബാബുക്കുട്ടനെ എനിക്കറിയാം. അജയനെ എനിക്ക് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴറിയാം. പ്രസന്നനെ എനിക്കറിയാം. ഗോപുവിനെ അറിയാം. പിന്നെ ജോണിക്ക് ഇപ്പം ഗ്രൂപ്പിൽ കണ്ടപ്പോഴാണ്. പക്ഷെ അപ്പോഴും നല്ല ഗ്ലാമറായിരുന്നു. ഇപ്പം അത്ര ഗ്ലാമർ. പിന്നെ അടുത്താണ് പേരറിഞ്ഞൂടാ. ഈ രാധാകൃഷ്ണൻ എന്നെയും അറിയാമോ? എനിക്ക് ബൈലും ഈ അടുത്ത കാലത്താണ് ഞാൻ കണ്ട് പരിചയമായത്. സലിമിനെ കാണുന്നുണ്ട്. സലിം എന്നെ കാണാൻ അറിയാം. ഒത്തു പഠിച്ചായിരുന്നു മറന്നല്ലോ. പിന്നെ 6 പേര്. എന്നാലും എനിക്കിപ്പോൾ കണ്ടിട്ടുള്ള അടുത്ത പിന്നെ രാത്രി പറഞ്ഞപ്പോഴും എനിക്ക് എല്ലാവരെയും ഒരു മനുഷ്യരെയും മറന്നിട്ടില്ല. എല്ലാ മനുഷ്യരെയും ആരെയും മറന്നിട്ടില്ല. ഇത്തിരി ഒരു സംശയം ഉണ്ടായിരുന്നത് നമ്മളെ ബാബുക്കുട്ടനെയാണ്. വന്നുടനെ പിടികിട്ടാതിരുന്ന ബാബുക്കുട്ടൻ വന്നത്. പിന്നീട് ആലോചിച്ചെടുത്തപ്പോഴത്തേക്ക് സ്ഥലമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിടികിട്ടി. പിന്നെ ഞാൻ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ നിന്നാണ്. എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. മോന് 26 വയസ്സായി, മോക്ക് 24 വയസ്സായി. മോൻ പോസ്റ്റ് ഓഫീസിൽ ഡെയിലി വേജസിന് പോകുന്നു. മോള് PSC ടെസ്റ്റ് ചെയ്തിരുന്നു. വലിയൊന്നും ആയിട്ടില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ താമസിക്കുന്നത് ഈ സ്കൂളിൻ്റെ താഴെയാണ്. ഈ അടുത്ത ദിവസം കണ്ടിരുന്നു. പക്ഷെ ദൂരൊക്കെ വെച്ച് കണ്ടതേ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന ചെറിയാണ്. സന്ധ്യയ്ക്ക് അറിയാമോ? ഞാൻ മഞ്ചാടി പോയി. ഞാൻ എന്നും വരും ഇങ്ങോട്ട്. അമ്മയൊക്കെ ഇവിടെ അല്ലേ താമസം. അപ്പം ഞാൻ എന്നും വരും. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഒരു മോനും ഒരു മോളും. മോൻ ഡിഗ്രി പോയി. മോൾ പ്ലസ് 2. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോകും. മിക്കവാറും ദിവസങ്ങൾ കാണുന്നേ സതീനെ കണ്ടിട്ട് കുറെ കാര്യം
വീണ്ടും പിന്നെ ഇതെല്ലാം ഇങ്ങനെ സംഘടിപ്പിക്കാൻ നമുക്ക് സന്തോഷം. പക്ഷേ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. നല്ലൊരു ഫ്രണ്ട് നല്ലൊരു മനസ്സാക്ഷിയുള്ളതാണ്. എന്റെ കൂട്ടാണ് നമ്മള്. അടിയൊന്നും കൂടിയില്ല, അല്ലെങ്കിൽ പണ്ട് വിജയമായി അടിയൂടെ പിടിക്കുകയാണ്. സലി ഇത് വലിയ മാറ്റമൊന്നും. അവൻ പഠിക്കുന്നില്ല, അവൻ എല്ലാവരും നോക്കാനാണ് ഒപ്പം കൂടുതലും തടിയും ശരീരം. അവന്റെ മോള് 10ന് ഫുൾ എ പ്ലസ്, +2 ഫുൾ എ പ്ലസ്, മെഡിക്കൽ മോളാണ്. അതൊരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കുട്ടികളെ പഠിക്കാൻ പഠിത്തരാണ്. നമ്മളൊക്കെ ഉണ്ട് മോശം. എല്ലാ കുട്ടികളെല്ലാവരും പഠിത്തരാണ്. പഠിക്കാനായിട്ട് നല്ല ഇവനെ സംബന്ധിച്ച് ഇവൻ ഒന്നും പഠിക്കൂല. ഇവ എല്ലാവരും നമ്മളെ ഒരു അവന് 2 കല്യാണത്തിന് പോയിട്ടൊക്കെ വരണം, വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴേ പിന്നെ പറയാമോ? എനിക്കൊരു മോളാണുള്ളത്, സൂര്യ. ഇപ്പോൾ ഡിഗ്രി പാസ്സായി. അവിടെ തന്നെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഭാര്യ റെയിന കേട് കിടത്തുന്ന കിട്ടിയിരുന്നു. കേടിക്കണം പഞ്ചായത്തിലെ എല്ലാ കാര്യത്തിലും മോളാണ്. വേറെ സന്തോഷമെല്ലാം നമുക്ക് വേണ്ടി ഇറങ്ങിയത്. അതിനു വേണ്ടി അതിന് നന്ദിയുണ്ട്. കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം നോക്കി ചെയ്യുകയാണ്. ഇനി ഒരു കാര്യം നമ്മൾ വിളിക്കുമ്പോൾ ഇതിനെ കൂടാനും നമുക്ക് സഹായിക്കാനും നമ്മളെല്ലാവരും വരെയും വേണം. ഇനിയുള്ള ബാക്കിയുള്ളവരെ കൊണ്ടുവരാനുള്ളത് നമ്മൾ കൊണ്ടുവരികയും വേണം. നമ്മളത് ചെയ്യണം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. എനിക്ക് 2 കുട്ടികൾ. മൂത്ത മോള് B.Ed കഴിഞ്ഞ് കല്യാണം കഴിച്ചയച്ച് മിലിറ്ററിക്കാരനാണ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ഒരു മോൻ, അവൻ ബാംഗ്ലൂർ BSc ബേസിങ്ങിന് പഠിക്കുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തിരിഞ്ഞൊക്കെ ഞാൻ 10-15 വർഷം ഗൾഫിൽ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് വണ്ടിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് കൊണ്ടുവന്ന് അതൊക്കെ കൊടുത്ത് ഇപ്പോൾ നേരത്തെ റൊമാന എന്ന് പറഞ്ഞ കമ്പനിയിൽ മാനേജറായിട്ട് പോയി. അപ്പോൾ നല്ല ശമ്പളം കൊണ്ടാണ് അതും കളഞ്ഞിട്ടൊക്കെ ഞാൻ ഇപ്പം എന്ത് പണിയും ചെയ്യും. പണിക്കൊന്നുമില്ല. ഇപ്പം കൺസ്ട്രക്ഷൻ വർക്കൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടാനും കൂടെ എടുത്ത് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളെ ഇത്. വെറുതെ നിൽക്കില്ല, എന്ത് പണിയും ചെയ്ത് വൈകുന്നേരം 1000 രൂപ പിടിച്ചോണ്ട് വീട്ടിൽ വെക്കാറുള്ളൂ. നമ്മളെ വട്ടത്തെല്ലാം കഴിഞ്ഞ് പോകണം. ചുമ്മാ നിൽക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ വരാത്ത എല്ലാവരെയും കൂടെ അടുത്ത പ്രാവശ്യമെങ്കിലും ഒത്തുകൂട്ടണം. ഒരുപാട് പേര് നമ്മൾ വരാനുണ്ട്. അതേ കണക്കിന് സിന്ധുവിനെയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. ഒരുപാട് പേരെയൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ചാണ് കാണാൻ പറ്റിയത്. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പേ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പിന്നെ എൻ്റെ പേരിൽ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന ചെമ്പൂർ. പിന്നെ എൻ്റെ ഭാര്യയുടെ പേര് മായ, മോളുടെ പേര് സീതാലക്ഷ്മി, മോൻ്റെ പേര് നന്ദഗോപാൽ. മോള് സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ പഠിച്ച് ഇപ്പോൾ BA കഴിഞ്ഞ് ഇപ്പം ടീച്ചറാണ്, ഡാൻസ് ടീച്ചറായിട്ടൊക്കെ ഇതിനൊക്കെ പോകുന്നു. എൻ്റെ ഭാര്യയും ഡാൻസ് ടീച്ചറാണ്. അപ്പം മൊത്തത്തിലൊരു കലാകുടുംബമായിട്ട് ഇതിനെ ജീവിതം മുന്നോട്ട് പോകും. പിന്നെ നേരത്തെയൊക്കെ പറഞ്ഞു ഇപ്പോഴുള്ള കുട്ടികളൊക്കെ മാനസികമായി ബലക്കുറവുള്ളവരാണ്. പക്ഷെ അതിന് കാരണം നമ്മൾ തന്നെയാണ്. കാരണം ഇന്ന് ഇപ്പം എൻ്റെ ചിന്താഗതിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു മനുഷ്യൻ ആത്മീയമായ ചിന്താഗതിയിൽ കൂടി വേണം ഭൗതിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുകൊണ്ട് വേണം അത്യാധുനിക ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതല്ലാത്ത പക്ഷം
കുടുംബത്തിന്, സമൂഹത്തിന്, അതുവഴി രാജ്യത്തിന്, ലോകത്തിന് വരെ നാശം ഉണ്ടാകുന്നതാണ് എൻ്റെ ചിന്താഗതി. പക്ഷേ ഇതൊന്നും ഞാൻ എൻ്റെ ഒരു പുസ്തകം നോക്കി പഠിച്ചതല്ല. പക്ഷേ ഞാൻ എൻ്റെ സ്വയം എൻ്റെ ചിന്താഗതിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഇതിൻ്റെ കുറവുകളാണ് ഇന്ന് നമ്മളെ കുടുംബത്തിലും ഒക്കെ നടക്കുന്നത്. ഇന്നത്തെ തലമുറ ഇന്ന് മാനസികമായിട്ട് ബലക്കുറവുണ്ടാകാൻ കാരണം ഇന്ന് ഒരു വീടുകളിലും ഒരു സന്ധ്യാനാമം പോലും ഇന്ന് ചൊല്ലുന്നില്ല. ഇന്ന് നമ്മളത് പഠിപ്പിക്കുന്നതുമില്ല, നമ്മളത് അതാരും ഗൗനിക്കുന്നതുമില്ല. പക്ഷേ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ മക്കളെയും പഠിപ്പിച്ചത്. സന്ധ്യാനാമം ചൊല്ലി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെയൊക്കെ കുറവുകൾ കൊണ്ടാണ് ഇന്നത്തെ തലമുറ ഈ വിധത്തിലേക്കൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും ഒരു ഇന്നത്തെ കുട്ടികൾ ഇപ്പം എല്ലാവരും ഇതിങ്ങനെ പറയുന്നത്. ഇന്നത്തെ കുട്ടികളൊക്കെ ഇന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു പ്രശ്നത്തിൽ പറയുമ്പോഴത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പം ചിന്താശേഷി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളൊക്കെ വളർന്നത് വളരെ ദാരിദ്ര്യത്തിലും കൊടുക്കാൻ പറ്റും തുണിയില്ലാതെ ഒക്കെ വളർന്ന് വന്നവരാണ്. അപ്പം നമുക്ക് അത് അറിവ് വെച്ചപ്പോൾ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതം ഇങ്ങനെ ആവരുത്, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് ഒരു കുട്ടികൾക്കും നമ്മൾ അവസരം കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. കുട്ടികൾക്ക് വിശന്ന് കരയേണ്ടി എന്ന് കുട്ടികൾക്ക് വരുന്നില്ല. അപ്പം അവർ അതിന് വേണ്ടുന്ന എല്ലാ ഭക്ഷണവും വസ്ത്രവും നല്ല വിദ്യാഭ്യാസവും നമ്മൾ പറയും. ഇവിടെ ശരിക്കും കൊടുക്കണം നല്ല വിദ്യാഭ്യാസമാണ്. ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലും എല്ലായിടത്തും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല വിദ്യാഭ്യാസം. പക്ഷേ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, എങ്കിലും നമുക്ക് പുറലോകത്ത് പോകാനും ഇതൊക്കെ പറ്റുമുണ്ട്, ആവശ്യമുണ്ട്. പക്ഷെ ശരിയായ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ചിന്താഗതി. ഇതാണ് എനിക്കിപ്പം പറയാനുള്ളത്. പിന്നെ ഇതുപോലെയൊക്കെയുള്ള സംഗമം വരുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കും. ഇടനെഞ്ചിൻ
ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി കനലിനായി 100 തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. രാജീവനയനന്റെ വാർത്തകൾ കേട്ടന്റെ ഉറക്കമായോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടന്റെ രാധേ ഉറക്കമായോ. രാജീവനയനന്റെ വാർത്തകൾ കേട്ടന്റെ രാധേ ഉറക്കമായോ. നിന്റെ കണ്ണീരൊരു കാടിന്തിയായതു ഇന്നും അറിഞ്ഞില്ല ദേവൻ. നിന്റെ കണ്ണീരൊരു കാടിന്തിയായതു ഇന്നും അറിഞ്ഞില്ല ദേവൻ. നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നത് തെല്ലുമറിഞ്ഞില്ല കണ്ണൻ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടന്റെ രാധേ ഉറക്കമായോ. രാജീവനയനന്റെ വാർത്തകൾ കേട്ടന്റെ രാധേ ഉറക്കമായോ. ഈ നിശാബേ അഭികാല സൗന്ദര്യ സൂത്രമീണക്കി കുടികൊള്ളും ശരണമേ സത്യം നീ. അഖിലാദി നായക തപതീരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. സമരാതെ കൃഷ്ണകളാകവേ നീങ്ങി സമതയും ശാന്തിയും തീങ്ങിടുന്നു. ജനതയും കൈകോർത്തിണക്കി ജനകാതി സൗഹൃദ ബന്ധത്തിൻ ഗീതം മുഴക്കി നരലോകം എപ്പോഴും ആനന്ദം തിങ്ങി. ജീവനാളം നീലവാനിലരിയുന്നു രാസമേളം. ശ്രീ സരസ്വതി മാമവതു ശ്രീ സരസ്വതി കാമകോടിപീഠ നിവാസിനി മാമവതു ശ്രീ സരസ്വതി കാമകോടിപീഠ നിവാസിനി മാമവതു ശ്രീ സരസ്വതി.
మగ సగ మద మగ గమ దని దమ మద ని సగ స మగ సని ద సని ద మగ సగ మద ని మామవతు శ్రీ సరస్వతి ഭയം ഈ വീതിയിൽ പാടുന്നിതമ്മതൻ അപദാന കഥകൾ ആരുണ്ടെനിക്കഭയം ഈ വീതിയിൽ പാടുന്നിതമ്മതൻ അപദാന കഥകൾ അഖില ചരാചര പ്രിയതര സാരേ നംതനം തൊന്ത നംതനം തൊന്ത നംതനം തൊന്ത ആനന്ദാനം അഖില ചരാചര പ്രിയതര സാരേ മുനിജന മനസ്സുകൾ നിറയും ദേവി കവികുലവന്ദിത സുന്ദരി ശരണം കവിതയിൽ വിലസും അക്ഷര ചതുരേ മാമവതു ശ്രീ സരസ്വതി കാമകോടി പീഠ നിവാസിനി മാമവതു ശ്രീ സരസ്വതി സരസ്വതി സരസ്വതി
അജ്ഞാതനാം സഖയാത്രികൻ ഞാൻ നിന്റെ ഉൾപൂവിൻ തുടുപ്പുകൾ അറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയെന്നെത്ര മോഹങ്ങൾ പരങ്ങൾ നീർമേടിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ ഇന്നും ഞാനും ഒരന്യനെ വെറുമന്യനെ നീർമേടിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ ഇന്നും ഞാനും ഒരന്യനെ വെറുമന്യനെ ശലഭത്തിലും സന്തതം കരകരിയുന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്തചാരുകടാശമാലകളക്കരശ്മിയിൽ മിട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരിൽ കുളിരും കൊണ്ടുപോകും നീ നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. മൈനാടും കുന്നിൽ പിറന്നു പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു. മൈനാടും കുന്നിൽ പിറന്നു പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു. നഗരം കാണാത്ത നാടും മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. നഗരം കാണാത്ത നാടും മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരേ കുളിരും കൊണ്ടുപോകും നീ നടക്കും ഒരു മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. സിന്ധുവും സന്ധ്യയൊക്കെ ഈ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരു കവിതയാണ്. വേറെ ഒന്നും അറിയണമെന്നില്ല. പേരറിയാത്തൊരു പെൺകിടാവെ നിന്റെ നേർക്കറിയും ഞാൻ പാടുന്നു. കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച കേളവൻ കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല നെയ്യിലലങ്കാരമൊന്നുമില്ല ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തേ
വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പു പാടത്തു നീർ പെയ്തു പോകും ആരാന്റെ കല്ലിന്മേൽ രാഗിയൊരച്ഛൻ്റെ ആശതൻ കൂടാണ്. പെണ്ണേ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി, കരിനീല കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. അറിയാത്ത ഭാഷയിലെന്തോ കുളിരളകങ്ങൾ എന്നോട് ചൊല്ലി. കരിനീല കണ്ണുള്ള പെണ്ണേ ഒരു കൊച്ചു സന്ധ്യയുദിച്ചു, മലർക്കവിളിൽ ഞാൻ കോരിത്തരിച്ചു. ഒരു കൊച്ചു സന്ധ്യയുദിച്ചു, മലർക്കവിളിൽ ഞാൻ കോരിത്തരിച്ചു. കരിനീല കണ്ണു നനഞ്ഞു, എൻ്റെ കരളിലെ കിളിയും നനഞ്ഞു. കരിനീല കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്തു ഞാനന്നു നുള്ളി. ഒരു ദുഃഖരാത്രിയിൽ നീയൻ രഥമൊരു മണൽക്കാട്ടിൽ വെടിഞ്ഞു. ഒരു ദുഃഖരാത്രിയിൽ നീയൻ രഥമൊരു മണൽക്കാട്ടിൽ വെടിഞ്ഞു. അതു കഴിഞ്ഞോ മനെ നിന്നിൽ പുത്തൻ അനുരാഗ സന്ധ്യകൾ പൂത്തു. കരിനീല കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്തു ഞാനന്നു നുള്ളി. കരിനീല കണ്ണുള്ള പെണ്ണേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ. കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ.
ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ പതിനഞ്ചാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു പതിനഞ്ചാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു പുളിയിലെ കരമുണ്ടു പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलति तरंगा तव शुभ नामे जाने तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय